കേരള സർക്കാർ സംസ്ഥാന സർക്കാർ 70 കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ 4 കൊല്ലത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 2.6 lakh ഹൗസ് ഹോൾഡ്സ്, റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവർ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം. ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ശുദ്ധമായ കുടിവെള്ളം കിട്ടുക എന്നത്. എന്നാൽ തലസ്ഥാന നഗരിയായിരുന്നിട്ട് കൂടി തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തുന്നില്ല എന്നതാണ് സത്യം. 15 വർഷം തുടരെയായി തിരുവനന്തപുരത്തെ MP ആയിരുന്നിട്ടും ശശി തരൂരിന് ഇത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്ര ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം അധികാരത്തിലെത്തിയാൽ അദ്ദേഹം ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത് ജനങ്ങൾക്ക് ശുദ്ധജലം നൽകുക എന്നത് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. 2019 വരെ നമ്മുടെ ഇന്ത്യ അടക്കം ഫുൾ ഇന്ത്യയിൽ 3.7 crore വീട്ടിൽ മാത്രമേ സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. 3.7 crores. അതിൻ്റെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ഇന്ത്യയിൽ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ആണ് about 18 crores. അപ്പോൾ 18 കോടി റൂറൽ ഹോംസിൽ 65-70 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും 3.7 crore വീട്ടിൽ മാത്രമേ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 കൊല്ലത്തിൽ 2019 to 2024 4 കൊല്ലത്തിൽ 3.5 കൊല്ലം ആ നമ്പർ പുതിയ വീട് 11.34, ദാറ്റ് ഈസ് 11.34 കോടി പുതിയ വീടുകളിൽ വെള്ളം വന്നിട്ടുണ്ട് ഈ 3.5 കൊല്ലത്തിൽ. അപ്പോൾ 65-70 കൊല്ലത്തിൽ 3.5 കോടി, ഈ 4 കൊല്ലത്തിൽ 3.5 കൊല്ലത്തിൽ 11.35 crores. ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 7 ലക്ഷം ടോട്ടൽ ഹോംസ് ആണ്, 7 ഒരു ചില്ലറ അങ്ങനെ. ആ 7 ലക്ഷം വീട്ടിൽ 2019 1.69 lakhs വീട്ടിലായിരുന്നു വെള്ളം വരുന്നത്, ടാപ്പ് വാട്ടർ, സേഫ് ടാപ്പ് വാട്ടർ. അപ്പോൾ കാണുന്നില്ലേ, കോവലം, നെയ്യാറ്റിൻകര, പാറശാല, ഇതായിരുന്നു ഏറ്റവും വലിയ ഏരിയാസ് ഈ ടാപ്പ് വാട്ടർ ഇല്ലാണ്ട്, കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ്. അത് ഇന്ന് 23.20% ആയിരുന്നു ഓഗസ്റ്റ് 2019 ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി. ഇന്ന് അത് 62.40 ആയി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിൻ്റെ ജൽജീവൻ മിഷൻ്റെ കാരണം. നെക്സ്റ്റ്. അപ്പം 4 കൊല്ലം 3.5 കൊല്ലത്തിൽ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ 70 കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ 4 കൊല്ലത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. 3.5 കൊല്ലം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 2.6 lakh ഹൗസ് ഹോൾഡ്സ്, റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവർ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു അവകാശം, അവരുടെ ആ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർക്ക് കിട്ടിയ ആ ഒരു അവകാശം അവരും ഇന്നും വെയിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? കേരള ഗവൺമെൻറ് മാച്ചിങ് ഗ്രാൻറ്റ് അവർക്ക് കൊടുക്കാൻ കാശില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് എൻ്റെ മിനിസ്ട്രിയാണ്, ജൽശക്തി മിനിസ്ട്രി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാശ് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 3 കൊല്ലം മുമ്പേ മുഴുവൻ ഈ വാട്ടർ കണക്ഷൻ ഉണ്ടാക്കാൻ. നെക്സ്റ്റ്. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അതിൽ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഈ 2.6 lakhs വീടുകളിൽ വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കണം. കേരള ഗവൺമെൻറ് അതിന് പറ്റില്ലെങ്കിൽ അത് ഞങ്ങളോട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയുന്നു, കാൻഡിഡേറ്റ് MP ആയിക്കഴിഞ്ഞ് മിനിസ്റ്ററായാൽ ഇത് എൻ്റെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി ആയിരിക്കും. ഈ ഡ്രിങ്കിങ് വാട്ടർ സ്കീമും ഡ്രിങ്കിങ് വാട്ടർ വീട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈൻ്റെ കണക്ഷൻസിന് വേണ്ടി മുമ്പോട്ട് പോകാൻ, അതിന് കംപ്ലീറ്റ് ചെയ്യാൻ, അതിന് എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി ആയിരിക്കും. കേന്ദ്ര സഹമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നരേന്ദ്രമോദിയുടെ പുരോഗതി രാജീവ് ചന്ദ്രശേഖറിലൂടെ എത്തിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് BJP. നമുക്കറിയാം, ശുദ്ധജലം എന്നത് എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെയാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 3.7 കോടി കുടുംബങ്ങൾക്കാണ് ശുദ്ധജലം കിട്ടിയിരുന്നതെങ്കിൽ, എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം 11.34 കോടിയിലധികം വീടുകളിലേക്കാണ് ശുദ്ധജലം എത്തിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയായിരിക്കും അത് പ്രയോജനപ്പെടുക. എന്തായാലും അതൊക്കെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യ രാജ്, തത്തുമൈ ന്യൂസ്.